ക്യാപ്റ്റനാണ് അവസാനം ഇറങ്ങേണ്ടത് കപ്പലിൽ. ബാക്കി എല്ലാവരും ഇറക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിസിനസ്. ഞങ്ങൾ 3 ബ്രദേഴ്സാണ്. ആ 3 ബ്രദേഴ്സ് ഞങ്ങൾ ആദ്യം എടുത്ത ഡിസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എല്ലാ നഷ്ടങ്ങളും നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടത്. ഇൻവെസ്റ്റേഴ്സിന് എന്താണ് വഹിക്കില്ല. ക്യാപ്റ്റനാണ് അവസാനം ഇറങ്ങേണ്ടത് കപ്പലിൽ. ബാക്കി എല്ലാവരും ഇറക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിസിനസ്. കാരണം ഒരാൾ കൊണ്ട് നടത്താൻ പറ്റുന്ന ബിസിനസ് അല്ല. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോഡലായതുകൊണ്ട് ആളുകൾക്ക് ആൻസറബിൾ ആണ് ഇത്രയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ബ്രദേഴ്സും ഒരുപോലെ ഇതിന് റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ആബ്സെൻസ് എന്താണ് ആ ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതെപ്പോഴും അവർക്ക് എന്താണ് അവരെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ജ്വല്ലറി തുടങ്ങി അതിൽ ലാഭം ഉണ്ടാക്കി അതിൽ സ്വർണം വാങ്ങി വെക്കുക എന്നുള്ളതല്ല. ഇതിനെങ്ങനെ സ്കെയിൽ ചെയ്ത് ഈ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇതിനൊരു IPO വാല്യുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്നത് അയാൾ ജ്വല്ലറിയിലല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓൺ ചെയ്യുന്ന ഞങ്ങളുടെ ബ്രാൻഡിനെയാണ്.